ചേർത്തലയിൽ നിന്നും കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ്. സെബാസ്റ്റ്യൻ നടത്തിയത് സീരിയൽ കില്ലിംഗ് ആണ് എന്നുള്ള സംശയം ഇതോടുകൂടി ബലപ്പെടുകയാണ്. പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിലെ കുളത്തിൽ നിന്ന് നിർണായക തെളിവ് ലഭിച്ചു. വസ്ത്രത്തിന്റെ ഭാഗം കണ്ടെത്തി. കുളം വറ്റിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ തെളിവ് കിട്ടിയത്. ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിൽ വീടിന്റെ പരിസരത്ത് നിന്ന് കൂടുതൽ അസ്ഥിഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, നിർണായകമായ പല തെളിവുകളും പുറത്തു വരികയാണ്. കുളത്തിലൊക്കെ പരിശോധന നടക്കുന്നുണ്ട്. ഇപ്പോഴും പരിശോധന തുടരുകയാണോ? രാത്രിയും തുടരാനാണോ സാധ്യത? പൂജ, ഉച്ചയ്ക്ക് 12:45 ആരംഭിച്ച തിരച്ചിലും പരിശോധനയും ഇപ്പോഴും തുടരുകയാണ്. ആദ്യം സെബാസ്റ്റ്യന്റെ വീടിന്റെ പിറകുവശത്ത് മണ്ണ് മാന്തിയപ്പോഴാണ് അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയത്. പിന്നീട് കുളം വറ്റിച്ചപ്പോൾ സാരിയും ലഭിച്ചു. ഇപ്പോൾ വീടിന്റെ അകം തറ തുറന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വീടിന്റെ അകം നേരത്തെ ടൈല് പാകിയതാണ്. എന്നാൽ ഏതാനും വർഷങ്ങൾ മുമ്പ് ഒരു മുറിയുടെ ടൈല് മാറ്റി ഗ്രാനൈറ്റ് പാകിയിരുന്നു. ഇതാണ് ഒരുപക്ഷെ മൃതദേഹം വീടിനുള്ളിൽ കുരിച്ചു മൂടിയിട്ടുണ്ട് എന്നുള്ളൊരു സംശയം ഉണ്ടാകാൻ കാരണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വീടിന്റെ അകത്തെ തറ മാന്തി കൊണ്ടിരിക്കുകയാണ്. അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരുപക്ഷെ രാത്രി വൈകിയും പരിശോധന തുടരാനാണ് സാധ്യത. 2 SP-മാരുടെ നേതൃത്വത്തിൽ ഇവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ക്യാമ്പ് ചെയ്തുകൊണ്ട് സെബാസ്റ്റ്യന്റെ സാന്നിധ്യത്തിലാണ് ഈ പരിശോധനകളെല്ലാം നടത്തുന്നത്. പ്രധാനമായും 3 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യൻ സംശയമുനയിൽ ഉള്ളത്. ഒന്ന് ഐഷ, ഒപ്പം തന്നെ ജൈനമ്മ, ബിന്ദു പത്മനാഭൻ. ഈ 3 സ്ത്രീകളുടെ തിരോധാന കേസിലും സംശയത്തിന് നിഴലുള്ള സെബാസ്റ്റ്യൻ. പക്ഷേ എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായി ചോദ്യം ചെയ്യലിൽ പറയുന്നില്ല. അതായത് ഇപ്പോൾ നടക്കുന്നത് ഈ വീടിന്റെ തറ ഇളക്കിയുള്ള പരിശോധനയാണോ? അത്തരത്തിലേക്ക് പരിശോധന നീളുകയാണോ? അതോടൊപ്പം തന്നെ ഈ പറമ്പിൽ ഒരു കുളം മാത്രമല്ല, 1-2 കുളങ്ങൾ വീണ്ടും ഉണ്ട് എന്നറിയുന്നു. അപ്പോൾ വരും ദിവസങ്ങൾ, വരും മണിക്കൂറുകളിലൊക്കെ ആയാലും അവിടെയൊക്കെ പരിശോധന നടത്താൻ പാകത്തിനുള്ള ക്രമീകരണങ്ങളും അവിടെ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ടോ? രാത്രി ഏറെ വൈകി പരിശോധന നടത്താനുള്ളൊരു സാധ്യതയില്ല. എന്നാലും 7-8 മണി വരെയൊക്കെ പരിശോധന നീണ്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം 7 ദിവസമാണ് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുന്നത്. അതിലൊരു 3-4 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഇയാൾ മൊബൈൽ ഓണാക്കിയ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി തെളിവെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പരമാവധി വേഗത്തിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ളൊരു തിരക്കിട്ട നീക്കമാണ് അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, രഘുനാഥ് നാരായണാണ് വിവരങ്ങൾ നൽകിയത്.